ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ജേർണൽ ഐഡിയ ആണ്. ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു ബുള്ളറ്റ് ജേർണൽ റെഡിയാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു കുറേ അധികം പേജൊക്കെ എക്സ്ട്രാ വന്ന ബുക്കൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ബുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനും അതുപോലത്തെ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. അൺറൂൾഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ റൂൾഡും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സ്കെച്ച്, പെയിൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഡിസംബറിൽ ചെയ്ത ജേർണലാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സിലുണ്ട്, കണ്ട് നോക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ പെൻസിലുണ്ട്, ആദ്യം തന്നെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വൃത്തിയായി നിന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പെൻസും സ്കെച്ച് പെൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര അങ്ങ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ആവശ്യമുള്ളത് മാത്രം നമുക്ക് മതി എന്നുള്ളൊരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ കോർണർ ഉണ്ട്, പിന്നെ ഹലോ 2025 എന്നിട്ടൊരു കവർ പേജും, പിന്നെ ഹാബിറ്റ് ട്രാക്കർ, ഒരു കോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മൂഡ് ട്രാക്കർ, പിന്നെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പോലെ, അതായത് 3 ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റഡി ആണെങ്കിലോ ഹെൽത്ത് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എഴുതണമെങ്കിലൊക്കെ ഒരു 2 എണ്ണം വരച്ച് കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പ്ലാനർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടു ഡു ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു മോട്ടിവേഷൻ കോർണർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോട്ടിവേഷൻ കോർണർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സൊക്കെ അവിടെ എഴുതി വെക്കുക, കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ നമ്മൾ മൂഡ് ട്രാക്കറിൽ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ആ ഒരു ദിവസത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.